എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും രബിൻ ടാരറ്റ് ആൻഡ് ലൈഫ് ഗൈഡൻസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇത്ര നാളെന്ന് വെച്ചാൽ വളരെ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. നിങ്ങൾ അകമഴിഞ്ഞ് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, വീഡിയോകൾക്കെല്ലാം ലൈക്ക് ചെയ്യാറുണ്ട്. അതിനൊക്കെ ഒരുപാട് നന്ദി പറയുകയാണ്, ഹൃദയം തുറന്ന നന്ദി തന്നെ പറയുകയാണ്. അതുപോലെ തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ടവർ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്താനും ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കില്ലെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. യൂണിവേഴ്സിനോട് ഏതെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങൾ ക്ലെയിം ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. ഇനി സ്പ്രെഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെ ഒരുപാട് വിഷമിപ്പിച്ചിട്ട് നിങ്ങൾ ജീവന തുല്യം സ്നേഹിച്ച ഒരാൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നില്ലേ? അയാൾ ഒരു പക്ഷേ വിട്ടുപോയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരിക്കുക. നിങ്ങൾ അവരെപ്പോഴെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതി കാത്തിരിക്കുന്നുണ്ട്. ആ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഒരിക്കലും വിട്ടു പോവില്ല എന്ന് തന്നെയാണ് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത്. അയാൾ ആ വിട്ടുപോയുള്ള ആഘാതം പലരുടെ മനസ്സിൽ നിന്ന് പോലും ഇപ്പോൾ ഒഴിഞ്ഞു പോയിട്ടുണ്ടാവില്ല. ആ ഒഴിഞ്ഞു പോയവർ, അതായത് നിങ്ങളെ വിഷമത്തിലാക്കി ഉപേക്ഷിച്ച് പോയവരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ സ്പ്രെഡിനോട് ചോദിച്ചത്. ഞാൻ സ്പ്രെഡ് ഓപ്പൺ ആക്കിയിട്ടില്ല. നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 3-4 വീഡിയോയ്ക്ക് മുമ്പ് ഇട്ടപ്പോൾ നിറച്ച് നെഗറ്റീവായിരുന്നു. 3 ഫയൽ വെച്ച് സെറ്റ് ചെയ്തത്. നിർഭാഗ്യവശാൽ അത് അങ്ങനെയാണ് വന്നത്. ഞാനത് അങ്ങനെ തന്നെ റീഡ് ചെയ്തെന്നേ ഉള്ളൂ. ഇത് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇത് മനുഷ്യരുടെ എനർജിയാണ്. ആ എനർജി നിങ്ങളെപ്പോൾ തീരുമാനിക്കുന്നോ അതിൽ മാറ്റം വരുത്തുന്നു. അപ്പോൾ മുതൽ ചേഞ്ച് ആവാം. പക്ഷേ അത് ഈ കാർഡ് അനുസരിച്ച് ചേഞ്ച് ആവുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഏറെക്കുറെ മനസ്സിലാക്കാൻ പറ്റും. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അതിക്ക് മുൻപായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. മുകളിൽ കാണുന്ന നമ്പറാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ. പേഴ്സണൽ റീഡിങ് എടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. എൻ്റെ അടുത്ത് അല്ലെങ്കിൽ മറ്റാരുടെ അടുത്താണെങ്കിൽ പോലും ജീവിതത്തിലൊരു കരിയറിലോ ബിസിനസ്സിലോ ഒരു പേഴ്സണലായിട്ടുള്ള ലൈഫിലോ എന്തൊരു കാര്യത്തിലാണെങ്കിലും റിലേഷൻഷിപ്പിലോ എന്തെങ്കിലും ഒരു സ്റ്റക്നെസ് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ വാട്സാപ്പ് നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി. അപ്പോൾ ഇനി കൂടുതലായിട്ട് സംസാരിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾ ആ ഇഷ്ടപ്പെട്ട വ്യക്തിയെ മനസ്സിലൊന്ന് നല്ല രീതിക്ക് തന്നെ ഇരുത്തി ചിന്തിക്കുക. നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളെ ഒന്ന് ഓർക്കുക. പറ്റുകയാണെങ്കിൽ ഒരു 3 ദീർഘനിശ്വാസം എടുത്ത് വിടുക. പോസിറ്റീവായിട്ടിരിക്കുക. സ്പ്രെഡ് എങ്ങനെ വന്നാലും അതിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മൈൻഡോടുകൂടി മാത്രം കാണുക. ഇതൊരു ജനറൽ വീഡിയോ ആണ്. ഒരുപാട് പേരുടെ ഊർജ്ജം എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. ഒരുപാട് പേരുടെ ഊർജ്ജത്തെ ക്രോഡീകരിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനാൽ തന്നെ എല്ലാവരുമായിട്ട് ഫുള്ളി റെസിനേറ്റ് ആവണമെന്നില്ല. റെസിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ അതിനാൽ തന്നെ ഇന്ന് കണ്ടാലും 10 ദിവസം കഴിഞ്ഞ് കണ്ടാലും 10 മാസം കഴിഞ്ഞ് കണ്ടാലും നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ സമയം മുതൽ ഇത് റെസിനേറ്റ് ആവുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ ടൈംലെസ് വീഡിയോ ആണെന്ന് പറയുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടി പറയുകയാണ്, പോസിറ്റീവായിട്ടിരിക്കാൻ മാത്രം ശ്രമിക്കുക. ലൈഫിൽ എപ്പോഴും നമ്മൾ ലൈഫിൽ എന്തൊക്കെ സാഹചര്യങ്ങൾ വന്നാലും മൂവ് ഓൺ ആവിക്കൊണ്ടേയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. അപ്പോൾ സ്പ്രെഡ് എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സ്പ്രെഡ് അവസാനം നമുക്കൊന്ന് അടക്കി വയ്ക്കാം, ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട്. ലവേഴ്സ് കാർഡാണ്. ഈ കാർഡ് ഞാൻ നിങ്ങളെ ഒന്ന് ബ്ലർ ചെയ്തിട്ടോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോ എന്തെങ്കിലും അവിടെ ഇട്ടിട്ടായിരിക്കും നിങ്ങൾ കാണുമ്പോൾ ആ കാർഡ് ഉണ്ടാവുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ചതിച്ചു പോയിട്ടുള്ളൊരു വ്യക്തി ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ അയാൾ ചതിച്ചു പോയതിന് ശേഷം അയാൾ റിയലൈസ് ചെയ്യുകയാണ് നിങ്ങളോട് ചെയ്തത് വലിയ ചതിയായിരുന്നു എന്നുള്ളത് അവർ മനസ്സിലാക്കുവാണ്. ചിലവരുടെ കേസിലെങ്കിലും ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളതാണ് മനസ്സിലാക്കുന്നത്. ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളെ ചതിച്ചുകൊണ്ട് മറ്റൊരാളുടെ ലൈഫിലേക്ക് അവർ പോയി എന്ന് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങളീ കാണുന്നവരിൽ ചിലർ ഭാര്യ ഭർത്താക്കന്മാരായിരിക്കാം, ചിലർ കാമുകന്മാരായിരിക്കാം, ചിലപ്പോൾ എക്സ്ട്രാ റിലേഷൻ ആയിരിക്കാം. എങ്ങനെ തന്നെയുള്ള ബന്ധമാണെങ്കിൽ പോലും നിങ്ങളിൽ നിന്ന് അകന്ന അവർ പുതിയൊരു കൂടുതലും ഈ വീഡിയോ കാണുന്നവരിൽ കൂടുതൽ പേരും ഒരു പക്ഷേ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് മൂവ് ഓൺ ആയിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നിങ്ങളെ ചതിച്ചുകൊണ്ട് നേരെ അവർ ആ റിലേഷൻഷിപ്പിലേക്കായിരിക്കും പോയിട്ടുണ്ടാവുക. പക്ഷേ ആ റിലേഷൻഷിപ്പിൽ ചെന്നിട്ട് അവരൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. കാര്യങ്ങളെല്ലാം തന്നെ നല്ല രീതിക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് അവിടെ നിന്ന് നല്ലൊരു റെസ്പോൺസ് അല്ല കിട്ടിയത്. അവർക്ക് അവിടെ നിന്ന് ഒരുപാട് വേദനയാണ് കിട്ടിയത്. അതിൻ്റെ പേരിൽ അവർ ശരിക്കും തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നീടുള്ള രാത്രികളിലെല്ലാം തന്നെ അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ബന്ധം തകർന്നതിനേക്കാളും ഉപരിയായിട്ട് നിങ്ങളെ വഞ്ചിച്ച് പോയതിലുള്ള ഒരു പക്ഷേ കുറ്റബോധവും അതുകൊണ്ടായിരിക്കാം തനിക്ക് ഈ ബന്ധത്തിൽ ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടിയെല്ലാം നേരിട്ടത് എന്നുള്ള വിഷമത്തോട് കൂടിയിട്ടാണ് അവർ ഒരുപാട് രാത്രികൾ ഉറക്കമില്ലാതെ ഡിപ്രഷനൊക്കെ അടിച്ച് ഇരുന്നിട്ടുണ്ടായിരിക്കാം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സ്ത്രീയായാലും പുരുഷനായാലും പ്രത്യേകം എന്ന് വെച്ചാൽ രാത്രി അവർ എത്രത്തോളം വിഷമിച്ചാലും സങ്കടപ്പെട്ടാലും പകൽ അവർ പോകുമ്പോൾ വളരെ നോർമലായിട്ടായിരിക്കാം എണീറ്റ് ജോലിക്ക് പോകുന്നു, പഠിക്കാൻ പോകുന്നതൊക്കെ.
അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ രണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തികൾ, അകന്നുപോയ വ്യക്തികൾ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടു പേർക്കും തോന്നും അവൻ ഹാപ്പിയാണല്ലോ ഇവള് ഹാപ്പിയാണല്ലോ തോന്നും. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ വലിയ സംഘർഷം ഉണ്ടെങ്കിൽ പോലും നേരിട്ട് കാണുമ്പോൾ പോലും പ്രകടിപ്പിക്കാൻ പലരും തയ്യാറാവുന്നില്ല. ഒരു പക്ഷേ കുറച്ചെങ്കിലും പ്രകടിപ്പിക്കാൻ തയ്യാറാണെങ്കിൽ പല പ്രശ്നങ്ങളും ലൈഫിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ചിട്ടുള്ളൊരു പാഠം. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് പലരും നമ്മളെ വിളിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, സാറേ ഞാൻ കണ്ടിരുന്നു പക്ഷേ എനിക്ക് മിണ്ടാൻ പറ്റിയില്ല, ഞാൻ വളരെ ഗൗരവം പിടിച്ചു പോയി, പക്ഷേ മിണ്ടത് മനസ്സിലുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമുക്കറിയാം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ മൈൻഡിലും അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളോട് ചതി ചെയ്തതിൽ അവർക്ക് നല്ല സങ്കടമുണ്ട്. അവർ ഒരുപാടധികം അവരുടെ മനസ്സിൽ ഇപ്പോൾ ശരിക്കും പറയാൻ നിങ്ങളോട് ഭയങ്കര അധികം സ്നേഹമുണ്ട് കേട്ടോ. കാരണം അവർ തിരിച്ചറിഞ്ഞു നിങ്ങളെ ആയിരുന്നു അവർക്ക് ബെറ്റർ എന്നുള്ള ആ റിയാലിറ്റി അവർ തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ആ തിരിച്ചറിയുമ്പോൾ പോലും നിങ്ങളുടെ അടുത്തേക്ക് വേഗത്തിൽ ഓടിയെത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ ചിന്തിക്കുകയാണ് ഇനി നിങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പഴയ ആ ഒരു സ്നേഹത്തോടെ അവരെ സ്വീകരിക്കുമോ എന്നുള്ള കാര്യമായിട്ട് അവർ ആലോചിക്കുകയാണ്. അവർ വളരെ ചിന്തയിൽ ആണ്ട് നിൽക്കുകയാണ്, വളരെ പക്വതയോടെ. കാരണം വലിയൊരു തിരിച്ചടി കിട്ടിയല്ലോ. ആ തിരിച്ചടിയുടെ ഭാഗമായിട്ട് അവർ വളരെ കാര്യമായിട്ട് തന്നെ ചിന്തിച്ച് നിൽക്കുകയാണ്. ഇനി നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനൊരു നാണക്കേടുണ്ട്, തിരിച്ച ബന്ധം നിങ്ങൾ ഒന്നിച്ച് ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് പഴയ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഒരുപാട് നിങ്ങൾ വിഷമിക്കേണ്ടി വരില്ലേ, അതായത് അവർ വിഷമിക്കേണ്ടി വരില്ലേ, നിങ്ങളവരെ കുത്തി നോവിക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ചിന്തിക്കുകയാണ്. എങ്കിൽ പോലും ഞാൻ പറഞ്ഞല്ലോ ഇതൊന്നും അവർ പുറത്ത് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പോലും അവരെ എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ടൊരു 100% കാര്യങ്ങളും തുറന്നു പറയണമെന്നില്ല. ചില കാര്യങ്ങളെല്ലാം തന്നെ അവർ മറച്ചു വയ്ക്കാനുള്ളൊരു ചാൻസും ഉണ്ട്. അതുമാത്രമല്ല ഇനിയിപ്പോൾ അളവിൽ കൂടുതൽ ഒരുപാട് നിങ്ങളോടത്ത് അടുത്തിടപഴകാനും ഒക്കെ അവർക്കൊരു വല്ലാത്തൊരു ഭയം പോലെ ഫീൽ ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും പുതിയൊരു തുടക്കം എന്ന് പറഞ്ഞാൽ ഓരോ ബന്ധങ്ങളും അവസാനിച്ച് കഴിയുമ്പോൾ പിന്നീട് അത് റീസ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളെവിടെ അവസാനിച്ചോ അവിടെ നിന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പോയതാണെങ്കിൽ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി അവർ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് തിരിച്ചു വന്ന് നിങ്ങളുമായിട്ട് പഴയ രീതിക്കെല്ലാം തന്നെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോഴും അവർക്ക് ഞാൻ പറഞ്ഞിരുന്നു അവർക്ക് നല്ല പേടിയുണ്ട് അവരിട്ടിട്ട് പോയതിൻ്റെ. ഇനി ചിലവരുടെ കേസിലെങ്ങാൻ തന്നെ അവരിട്ടിട്ട് പോയത് ഇതേപോലൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആവണം എന്നില്ല, ഒരു വ്യക്തിയോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കണമെന്നില്ല. ചിലരുടെ കേസിൽ പോയിട്ടുണ്ടാവുക മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ആ എന്ത് കാരണങ്ങൾ കൊണ്ടാണെങ്കിലും ആ പോയതിൻ്റെ പേരിൽ ഒരുപാട് അവരെ വേദനിപ്പിക്കും എന്നുള്ളൊരു ഭയമെല്ലാം തന്നെ അവർക്കുണ്ട്. അവരൊരുപാട് ബാലൻസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിരുന്നു നിങ്ങളെ വിട്ടുപോയ ശേഷം, പക്ഷേ നടന്നില്ല എന്നുള്ളതും പറഞ്ഞു. അവർക്ക് ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. അവർ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ഈശ്വരനോട്. പുതിയൊരു തുടക്കത്തിലേക്ക് വരികയാണ്. നിങ്ങളുടെ അടുത്ത് കഴിയും വേഗം വരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വളരെ ചിന്തിച്ച് മാത്രമാണ് അവർ ഇപ്പോൾ പ്രവർത്തിക്കുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും എല്ലാ കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. എന്തൊക്കെയോ ചില കാര്യങ്ങൾ ഹൈഡ് ചെയ്യാനും ചാൻസ് ഉണ്ട്. അത് ഹൈഡ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പക്ഷേ വലിയ രഹസ്യങ്ങളൊന്നും ആയിരിക്കില്ല. ഈ ബന്ധത്തിൽ നിങ്ങളത് അറിയണ്ട എന്നുള്ളൊരു കാര്യം കൊണ്ടായിരിക്കാം. എന്നാലും വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അളന്നു തൂക്കി മാത്രമായിരിക്കാം ഇനി അവർ ഓരോ കാര്യങ്ങളും പ്രവർത്തിക്കാനുള്ള ചാൻസ് ഉള്ളത്. കാരണം അവർക്ക് വലിയൊരു തിരിച്ചടിയാണല്ലോ നിങ്ങൾ ഉപേക്ഷിച്ച് പോയ ശേഷം അവർക്ക് കിട്ടിയത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അവരൊരു പുതിയ തുടക്കത്തിന് തയ്യാറാവുകയാണ്. ആ പുതിയ തുടക്കം എന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു തുടക്കം തന്നെ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ഈ സ്പ്രെഡ് വെച്ചിട്ട് ഇനിയും ഒരുപാട് വലിച്ചു നീട്ടാം. പക്ഷേ അതിലുപരിയായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. അവർ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ്. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരുടെ എനർജിയും അല്ലെങ്കിൽ പോലും ഒരു പകുതി പേരുമായിട്ടെങ്കിലും പകുതിയിൽ കൂടുതൽ ആളുകളായിട്ടെങ്കിലും ഈ സ്പ്രെഡ് റെസനേറ്റ് ആവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയോട് നിങ്ങൾ ഉപേക്ഷിച്ച് പോയിട്ടുള്ള, നിങ്ങളെ ഒരുപാടധികം വിഷമിപ്പിച്ചിട്ടുള്ള, നിങ്ങളുടെ ഒരുപാട് രാത്രികളിലെ ഉറക്കം കെടുത്തിയ, നിങ്ങളുടെ കരിയറിലെ വിജയങ്ങൾ തല്ലിക്കെടുത്തിയ, നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം സന്തോഷമായ നിമിഷങ്ങൾ തല്ലിക്കെടുത്തിയ ആ വ്യക്തി വീണ്ടും തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ്. അപ്പോൾ അവരുടെ മനസ്സിലാഗ്രഹമുണ്ട് നിങ്ങൾക്ക് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ മാത്രം ആഗ്രഹത്തെ അടിസ്ഥാനമാക്കിയിട്ടാണുള്ളത്. സ്വീകരിക്കാൻ മനസ്സുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലാത്ത പക്ഷം വളരെ സന്തോഷത്തോടെ ആരെയും വേദനിപ്പിക്കേണ്ടതില്ല, അവരെയും വേദനിപ്പിക്കേണ്ടതില്ല. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ വഴിക്കും നിങ്ങൾ നിങ്ങളുടെ വഴിക്കും പോവുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞിരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുതെന്ന്. വീഡിയോ നിങ്ങളായിട്ട് റെസിനേറ്റ് ചെയ്തെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. യൂണിവേഴ്സിനോട് എന്തെങ്കിലും തരത്തിലുള്ള ആഗ്രഹങ്ങളുണ്ടെങ്കിൽ
അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. മുകളിലുള്ള വാട്സാപ്പ് നമ്പർ നിങ്ങൾ വിളിച്ചില്ലെങ്കിൽ പോലും നോട്ട് ചെയ്ത് വെച്ചേക്കുക. കാരണം ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു അത്യാവശ്യം വന്നാൽ ചാടി കയറി മെസ്സേജ് ചെയ്യാൻ അപ്പോൾ വീഡിയോ എടുത്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ റെബിൻ ടാരറ്റ് ആൻഡ് ലൈഫ് ഗൈഡൻസ് എന്ന നമ്പർ നിങ്ങളുടെ എല്ലാവരുടെ ഫോണിലും സേവ് ചെയ്ത് വയ്ക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളടങ്ങുന്ന നിങ്ങളുടേതായിട്ടുള്ള കുടുംബത്തിലേക്ക് നമ്മുടെ ഈ ചാനലിനെയും എന്നെയും കൂടി നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുമെന്നും ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിൽ കാണാം. എല്ലാവർക്കും മനോഹരമായിട്ടുള്ളൊരു ദിവസം നേരുന്നു, മനോഹരമായിട്ടുള്ളൊരു ജീവിതം നേരുന്നു. തിരിച്ചു വരാൻ തയ്യാറായി നിൽക്കുന്ന നിങ്ങളുടെ ആ പാർട്ണറെ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് നല്ല രീതിക്ക് തന്നെ ആലോചിച്ച് തീരുമാനിക്കുക.